കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. മോൻ ജോസഫ് MLA തന്നെ അപമാനിക്കുന്നുവെന്നും പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്നും സജീവ് മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റായ അതിനുശേഷം കേരള കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻ ജോസഫ് നിരന്തരമായി എന്നെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ കാര്യത്തിൽ പോലും കുഞ്ഞു പിള്ളേരുടെ പോലെ KSCക്കാരെ പോലെ അദ്ദേഹത്തിൻ്റെ പേരല്ല, അദ്ദേഹത്തിൻ്റെ നിയോളംബസിൻ്റെ പേര് താഴെ പോയെന്ന് പറഞ്ഞൊരു ഒരു വട്ടം ചീർത്ത് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ അത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് എല്ലാ കാലഘട്ടവും ആയിട്ടുള്ളത്. ചെയർമാനാകുന്നത് DCC പ്രസിഡന്റാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചർച്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വള്ളി നിൽക്കിട്ട് കിടക്കുന്ന പിള്ളേരൊന്നും അല്ല അതാകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്ത്രപൂർവ്വം ആ ജനറൽ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാനായി ഈ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൺവീനറായും ചെയർമാനായും അദ്ദേഹം തന്നെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതെല്ലാം അത് പോട്ടെ. അതിനുശേഷം ഇന്നലെ നടന്ന നോമിനേഷനിൽ അത് വേറെ ചില മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെയും നമ്മളെ അങ്ങോട്ട് നൈസായി ഒഴിവാക്കി ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടും മനോവേദനയും, അതായത് ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പാവയായി ഇരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ താൽക്കാലികമായി കേരള കോൺഗ്രസിൻ്റെ നിന്നും അതോടൊപ്പം തന്നെ UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ഞാൻ ഉപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് സാറ് എന്നോട് എല്ലാ നീതിയും പുലർത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ PJ ജോസഫിൻ്റെ മുകളിൽ മോൻസ് വളരുന്നു അത് എനിക്കറിയില്ല. PJ ജോസഫ് സാറിൻ്റെ മുകളിലാണോ മോൻസ് എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇതൊരു മോൻസ് ഗ്രൂപ്പ് പാർട്ടിയായി ഇത് മാറിയിരിക്കുന്നത്. ആ മോൻസ് ഗ്രൂപ്പ് പാർട്ടിയിൽ സജീവ് മഞ്ഞക്കടമ്പൻ ഇനി പ്രവർത്തിക്കുന്നില്ല. മോൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടിയിലോ മുന്നണിയിലോ ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ പുനരാലോചിക്കും. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഷിനോജ് ജസ്റ്റിയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ഷിനോജ്, കടുത്ത മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നുണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിൽ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. എന്താണ് ഇദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഏത് തരത്തിലായിരിക്കും ഈ വിഷയം അവിടെ ചർച്ചയാവുക? പ്രതീക്ഷ, ഒരു തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഇപ്പോൾ UDFിൻ്റെ ജില്ലാ ചെയർമാനും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂട്ടിയായിട്ടുള്ള സജീവ് മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം എങ്ങോട്ടാണ് പോക്ക്, അത് CPMലേക്കാണോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്കാണോ, അതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ പാർട്ടിയിൽ ജോസഫ് ഗ്രൂപ്പിൽ നേരത്തെ തന്നെ ചില അതൃപ്തി സജീവ് മഞ്ഞക്കടമ്പിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റ് സജീവ് മഞ്ഞക്കടമ്പിൽ നൽകാമെന്ന ചില അവകാശവാദങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ആ ചർച്ചകളെല്ലാം തന്നെ പ്രിൻസ് ലൂക്കോസിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആദ്യഘട്ടത്തിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സജീവ് മഞ്ഞക്കടമ്പിലൊക്കെ ആദ്യം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയും PJ ജോസഫ് ഇടപെട്ട് ചർച്ചകൾ നടത്തി അതൊക്കെ ഒന്ന് മയപ്പെടുത്തി വരികയായിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മോൻസ് ജോസഫ് MLAയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ സജീവ് മഞ്ഞക്കടമ്പിലെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജ് നോമിനേഷൻ നൽകിയ സമയത്ത് 5 പേർക്കാണ് കളക്ടർക്ക് മുന്നിൽ ഫ്രാൻസിസ് ജോർജിനൊപ്പം പോകാൻ അവസരമുണ്ടായിരുന്നത്. ഈ 5 പേരിൽ ജില്ലാ ചെയർമാനായി തന്നെ അവഗണിക്കാൻ അതിൽ തൻ്റെ പേര് വെട്ടാൻ പ്രധാനമായി മുന്നിൽ നിന്നത് മോൻസ് ജോസഫ് ആയിരുന്നു. അതിനാൽ തന്നെ മോൻസ് ഉള്ള പാർട്ടിയിൽ ഇനി താൻ ഉണ്ടാകില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സജീവ് മഞ്ഞക്കടമ്പിൽ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ജോസഫ് ഗ്രൂപ്പിന് പാർട്ടി പിടിക്കുന്നതിന് വേണ്ടി, പാർട്ടി സ്വന്തമാക്കുന്നതിന് വേണ്ടി മോൻസ് ജോസഫ് വളരെയധികം നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ നീക്കങ്ങളിൽ തനിക്ക് അതൃപ്തിയുണ്ട്. കാരണം PJ ജോസഫിന് മുകളിൽ വളരാൻ മോൻസ് ജോസഫ് നടത്തുന്ന ശ്രമങ്ങളാണ് തന്നെ ഇതിൽ നിന്ന് രാജിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു ഇലക്ഷൻ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രാജി ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന് കണ്ടതിനെ അറിയാം. ചലനമുണ്ടാക്കുക കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നതും വളരെ പ്രധാനമാണ്. ഷിനോജ് ജസ്റ്റിയാണ് ആ വിവരങ്ങൾ നൽകിയത്.